السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറ്റവും ആദരണീയരായിട്ടുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആദർശ ബന്ധുക്കളെ, കാരുണ്യവാനായ ദയാപരനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ, ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ആ സത്യസാക്ഷി വചനത്തിൻ്റെ പൊരുളറിഞ്ഞ് അത് നെഞ്ചേറ്റി അതിൻ്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അങ്ങനെ ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മഹത്തായ കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ എന്ന് പറയുന്ന പ്രസ്ഥാനം. എന്താണതിൻ്റെ മുഖമുദ്ര എന്ന് ചോദിച്ചാൽ, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായിട്ടുള്ള, എല്ലാവിധ വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്നും ആചാര വൈകൃതങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ള, പരിശുദ്ധ ഖുർആനും സ്വഹീഹായ തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്ന, കലർപ്പില്ലാത്ത 916 കാരറ്റ് സ്വർണം എന്നൊക്കെ പറയുന്നത് പോലെ പ്യുവറായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള ആ ഒരു ആദർശം നെഞ്ചേറ്റിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ സംസാരിച്ച പ്രിയ സ്നേഹിതൻ ഖാലിദ് മദനി പറഞ്ഞതുപോലെ, സഹോദരങ്ങളെ, നമ്മുടെ ഈ കണ്ണിലെ കൃഷ്ണമണി, അതിനെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ നമ്മൾ ഈ ആദർശത്തെ സ്നേഹിക്കുകയാണ്, ഈ സംഘടനയെ സ്നേഹിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് രക്ഷ ഈ ആദർശം കൊണ്ടായിരിക്കും. ഒരു സംശയവും വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ വിശ്വാസത്തിൽ ശിർക്കിൻ്റെ അംശം പെട്ടുപോയി കഴിഞ്ഞാൽ ആഖിറത്ത് നഷ്ടമാകും. ഇവിടെ ഞാൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, മാരണം കൂടോത്രം ഫലിക്കും എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. ജിന്നിനെ വിളിച്ച് സഹായം തേടാം എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്ന വിഭാഗങ്ങൾ, അവർ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന്, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകളാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ നോക്കൂ, ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഒരാൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് പച്ച ശിർക്കാണ്. അതുപോലെ ജിന്നെ കാക്കണേ എന്ന് പറയുന്നത്, ജിന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത്, അതൊക്കെ എന്താണ്? ശിർക്ക് തന്നെ. രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. അതല്ല എങ്കിൽ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു തങ്ങൾ, ഒരു മുസ്ലിയാർ, അയാൾ കൂടോത്രം നടത്തുന്നുണ്ട്, ആഭിചാരം. ആ ആഭിചാരം ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് തേടുന്നത് പോലെ ശിർക്കായി മാറും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിക്കുക എന്നുള്ളതാണ്. നമുക്ക് നരകമോചനം കിട്ടണം, സ്വർഗപ്രവേശനം ലഭിക്കണം, ആഖിറത്തിൽ വിജയിക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. ഭൗതികമായ മറ്റുള്ള ഒരു നേട്ടങ്ങളും ഒരു സ്ഥാനങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി,
അതിനു വേണ്ടിയാണ് വെട്ടി തുറന്നുകൊണ്ട് ഈ ആദർശം നമ്മൾ പ്രചരിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ഈ മഹനീയമായ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആദർശം അത് തകർക്കാൻ പല ലോബികളും പല രൂപത്തിലും ഭാവത്തിലും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ മൻഹജിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാനതിൻ്റെ ആ ഭാഗം മുതൽ തുടങ്ങാം. നിങ്ങൾ അടുത്ത കാലത്ത് കേട്ടതാണ് ഈ മൻഹജി എന്ന് പറയുന്നത്. അതിനു മുമ്പൊക്കെ നമ്മൾ കേട്ടത് എന്താ? മദ്ഹബ് എന്ന, ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു 10-20 കൊല്ലമായിട്ട് കേൾക്കുന്ന വാക്കാണ് മൻഹജി എന്നുള്ളത്. ഈ കേരളക്കരയിൽ പച്ച മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, ഖുർആനുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, അത് അബ്ദുൽ കരീം അമാനി എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം എന്താ അതിൽ എഴുതി വെച്ചാൽ, നിങ്ങൾ ഖുർആനും ഹദീസും രണ്ടും രണ്ടല്ല, അത് ഒരു സ്രോതസ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടും ദിവ്യ സന്ദേശമാണ്, വഹയാണ്, വ്യത്യാസമില്ല, രണ്ടും ഒരുപോലെയാണെന്നാണ്. എന്താ പറയുന്നത്? ഹദീസുകൾ ഖുർആൻ പോലെ തന്നെയാണെന്നാണ്. അത് നമ്മൾ അംഗീകരിച്ചാൽ നമ്മളെ വിശ്വാസം, നമ്മുടെ ഈമാൻ ഖറാബാവും. കാരണം എന്താ? ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഖുർആനിനോളം തുല്യമായ ഒന്നും തന്നെയില്ല. അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആനിന് തുല്യമായിട്ടുള്ള, സമാനമായിട്ടുള്ള മറ്റൊന്നും തന്നെയില്ല. ഖുർആൻ പോലെയല്ല ഹദീസ്. ആ കാര്യം ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനം 921 കാലഘട്ടം മുതൽ ഇവിടെ പ്രബോധനം ചെയ്തു വരികയാണല്ലോ. അന്ന് മുതൽ പറഞ്ഞത് എന്താ? നമ്മൾ പരിശുദ്ധ ഖുർആനും സഹിഹായ തിരുസുന്നത്തും എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനും സഹിഹായ തിരുസുന്നത്തും. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം എന്ത്? അത് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ പ്രമാണം എന്ത്? അതാണ് സഹിഹായ തിരുസുന്നത്ത്. നമ്മൾ മനസ്സിലായി, ഖുർആൻ അത് കഴിഞ്ഞിട്ടാണ് ഹദീസിന്റെ സ്ഥാനം. എന്നാൽ ഈ ആളുകളുണ്ടല്ലോ, ഇവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഒറിജിനൽ സലഫികളാണെന്ന് പറയുന്നു. ഈ വിസ്ഡം എന്ന് പറയുന്ന ടീമേ, അവർ എഴുതി വിടുകയാണ് ഖുർആനും ഹദീസും ഒരുപോലെയാണ്, ഒരേ സ്രോതസ്സിൽ നിന്നാണ്, അതിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതെന്താണ്? മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. നമ്മളെന്താ പറയാറുള്ളത്? ഒന്നാം പ്രമാണം ഖുർആൻ, രണ്ടാം പ്രമാണം ഹദീസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ ഈ വാദത്തെ എതിർക്കുന്നത്? കാരണം അത് അള്ളാഹു പഠിപ്പിച്ച കാര്യത്തിൽ നിന്ന് ഉള്ള വ്യതിയാനമാണ്. അള്ള പഠിപ്പിച്ചത് എന്താ? ഏറ്റവും പരിശുദ്ധമായത് ഖുർആൻ. എന്തൊരു വിഷയം വന്നാലും നമ്മൾ ഖുർആനിലേക്കാണ് മടങ്ങേണ്ടത്. അങ്ങനെയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ഖുർആൻ പണ്ഡിതന്മാർ, പണ്ഡിതകൾ. അവർ ഖുർആന് എന്തൊരു സംശയം വന്ന് ചോദിച്ചാലും ഖുർആനിൻ്റെ ആയത്തോത് ഖുർആനിലുണ്ടോ ഇല്ല എങ്കിൽ മാത്രമാണ് പ്രവാചകന്റെ വചനങ്ങളിലേക്ക് പോവുക. നിങ്ങൾ നോക്കൂ, ചില ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. ഇതാരുടെ ചെവിയിലെത്തി? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെവിയിലെത്തി. ആയിഷ റളിയല്ലാഹു അൻഹയോട് തന്നെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, അതുപോലെ തന്നെ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, സൂറത്തുൻ നജ്മിലെ ഒരു വചനമാണ്, മറ്റൊന്ന് തക്ബീറിലെ വചനമാണ്. ഈ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ അള്ളാഹുവിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് എന്ന് ചില ആളുകൾ പ്രചരിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെവിയിലെത്തിയപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറയാൻ എന്താ പറയുന്നത്? ഫഖാലത് അവലം തസ്മഅ അന്നല്ലാഹ യഖൂൽ, നീ കേട്ടിട്ടില്ലേ പടച്ചറബ് പറയുന്നത്? എന്താ അല്ലാഹ് പറയുന്നത്? ലാ തുദ്രികുൽ അബ്സ്വാറു വഹുവ യുദ്രികുൽ അബ്സ്വാർ, സൂറത്തു അൻആമിലെ 103-ാമത്തെ വചനമാണ്.
ലാ തുദ്രിക്കുഹുൽ അബ്സ്വാറു, ഈ കണ്ണുകൾ കൊണ്ട് അവൻ അഥവാ റബ്ബിനെ കാണുക സാധ്യമല്ല. വഹുവ യുദ്രിക്കുൽ അബ്സ്വാർ, അവൻ റബ്ബ് നമ്മളെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ദുനിയാവിൽ വെച്ച് സാധാരണയുള്ള സത്യവിശ്വാസികളാകട്ടെ അല്ലെങ്കിൽ അമ്പിയാക്കളാകട്ടെ എത്ര മഹത്തുക്കളാകട്ടെ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല. അത് ആയത്തോതിക്കൊണ്ട് കണ്ട ഒരു ചോദ്യം വന്നപ്പോ സൂറത്ത് അൻആമിലെ 103-ാമത്തെ ആയത്തോതിക്കൊണ്ടാണ് സ്വഹാബികളായിട്ടുള്ള അല്ലെങ്കിൽ ആയിഷ ബീവിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് ആ കാര്യത്തിലുള്ള സംശയ നിവാരണം നടത്തുന്നത്. ഇത് മാത്രമല്ല, സഹീഹ് മുസ്ലിമിലെ 177-ാമത്തെ വചനത്തിൽ കാണാം, ചില ആളുകൾ പറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ്, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ്, ഭാവി അറിയുന്നയാളാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞു. അപ്പൊ എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? നമ്മൾ ചിന്തിക്കണം, എന്തറിയോ, ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ആര് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്താ പറയുന്നത് അറിയില്ലേ? കാലത്ത് അവർ പറയാൻ വമൻ സഅമ അന്നഹു യുഖ്ബിറു ബിമാ യകൂനു ഫീ ഗദിൻ, നാളെ വരാൻ പോകുന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി അറിയും പ്രഖ്യാപിക്കുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഖദ് അഅളമ അലല്ലാഹിൽ ഫിർയ, അങ്ങനെ വാദിക്കുന്ന ആള് അള്ളാഹുവിന്റെ മേലെ കഠിനമായ കളവാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു യഖൂൽ, എന്താ കാരണം? അല്ലാഹു പറയാണ് സൂറത്തുൻ നംലിലെ 65-ാമത്തെ വചനം, ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, പറയുക പ്രവാചകരെ, ആകാശങ്ങളിലും ഭൂമിയിലും അദൃശ്യജ്ഞാനം അറിയുക ആരും അറിയില്ല അല്ലാഹു അല്ലാതെ എന്നുള്ളതാണ്. ഇല്ലല്ലാ എന്നാണ്, അല്ലാഹു അല്ലാതെ ഒരാൾക്കും അറിയുക സാധ്യമല്ല എന്നാ, മുഹമ്മദ് നബിക്കും അറിയൂല. ആയത്തോതിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമാക്കാൻ, അവര് വലിയ ഖുർആൻ പണ്ഡിതയായിരുന്നു, മുതിർന്ന സ്വഹാബിമാര്. അവരൊക്കെ സംശയം ഉണ്ടായാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയിട്ട് കാര്യങ്ങൾ ചോദിക്കും, അവർ ആയത്തോതിക്കൊണ്ട് മറുപടി പറയും. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം എന്താ? പരിശുദ്ധ ഖുർആനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹദീസുകളുടെ സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഹദീസുകൾ എന്ന് പറയുമ്പോഴേ ഒരു സംശയവും വേണ്ട, ഹദീസ് രണ്ടാമത്തെ പ്രമാണമാണ്. ഹദീസുകൾ തീരെ വേണ്ട, അതൊക്കെ ഒഴിവാക്കണം, ഖുർആൻ മാത്രം മതി എന്നുള്ള ചിന്തയും തെറ്റാണ്. തീർച്ചയായിട്ടും ഹദീസുകൾ വേണം. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ, അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ചെയ്തു കാണിച്ചത്, അംഗീകരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വന്നിട്ടുണ്ട് എങ്കിൽ, സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അത് സ്വീകരിക്കണമെങ്കിൽ ഒട്ടേറെ മാനദണ്ഡങ്ങളുണ്ട് പ്രിയമുള്ളവരെ. കാരണം ഖുർആൻ പോലെയല്ല ഹദീസ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ അതിൽ സംശയമല്ല, ലാ റൈബ ഫീഹി എന്നാണ്, അതിൽ സംശയമല്ല. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇനങ്ങളാണ്. സഹീഹ് ഉണ്ട്, ലഈഫ് ഉണ്ട്, ഹസൻ ഉണ്ട്, അതുപോലെ മുർസലുണ്ട്, മൗഖൂഫ് ഉണ്ട്, മുൻഖത്തി ഉണ്ട്, മുഅല്ലലുണ്ട്, മുദ്റജ് ഉണ്ട്, ഷാദ് ഉണ്ട്, മുൽതരിബ് ഉണ്ട്. എത്രയോ ഇനങ്ങളാണ് ഹദീസുകൾ, ഒന്നും രണ്ടും അല്ല. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ പല ഇനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഹദീസുകൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വഹീഹാണെങ്കിൽ സ്വീകരിക്കണം. കാരണം ഇപ്പൊ വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ, ഇവിടെ ഹജ്ജിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ, ചില കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ വളരെ ബ്രീഫായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ഇപ്പോൾ ആളുകൾ ഹജ്ജിന് പോവുകയാണല്ലോ, ഹജ്ജിനെ സംബന്ധിച്ച് ചില സംഗതികൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുതൽ അത് വിടവാങ്ങൽ, തവാഫ് കഴിയുന്നത് വരെയുള്ള എ മുതൽ സെഡ് വരെയുള്ള കാര്യങ്ങൾ ഖുർആനിലില്ല. അപ്പോൾ ഖുർആൻ ചില വിഷയങ്ങൾ ഇങ്ങനെ സംക്ഷിപ്തമായിട്ട് പറയും, വിശദീകരണം ഹദീസിലായിരിക്കും. ഹദീസ് എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ഒരു വിശദീകരണമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെ ഡ്രസ്സ് ധരിക്കണം, എവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം എന്ന് മാത്രമല്ല തൽബിയത്ത് ഏത് മുതൽ ഏത് വരെ ചൊല്ലണം,
അതുപോലെ തന്നെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടതിൻ്റെ അർക്കാനുകൾ, അവിഭാജ്യ ഘടകങ്ങളേത്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഹദീസിലാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണും ജംറകളിൽ കല്ലെറിയുക. ആ കല്ലെറിയുന്നത് ഏതൊക്കെ ദിവസങ്ങൾ, ഏതൊക്കെ സമയത്ത്. എല്ലാ ദിവസവും പോയി കല്ലെറിയാൻ പാടില്ല. കല്ലെറിയാനുള്ള ചില നിശ്ചിത ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ തന്നെ അത് തുടങ്ങാനുള്ള സമയമുണ്ട്. 10ാമത്തെ ദിവസം ദുൽഹജ്ജ് 10-ന് ഒറ്റ ജംറയിൽ എറിയേണ്ടതുള്ളൂ. അപ്പോൾ എന്നാൽ 11, 12, 13 3 ജംറകളിൽ എറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും എവിടെയാ? അത് ഹദീസുകളിലാണുള്ളത്. ഈ ഹജ്ജ് മാത്രമല്ല, നമസ്കാരം അങ്ങനെയാണ്. നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും പറയുന്നത് വരെയുള്ള സംഗതികൾ സൂക്ഷ്മമായി അല്ലെങ്കിൽ സമൂലമായി എവിടെയാ? ഹദീസുകളിലാണുള്ളത്. അപ്പോൾ ഹദീസുകൾ അത് സ്ഥിരപ്പെട്ടു വന്നാൽ അത് നമ്മൾ സ്വീകരിക്കണം, അത് പ്രമാണം തന്നെയാണ്. പക്ഷേ ഇനിയോ ഇതല്ലാത്ത വേറെ ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ ഹദീസുമായി ബന്ധപ്പെട്ട് അത് സ്വീകരിക്കേണ്ടതിൻ്റെ ഒട്ടേറെ ആവശ്യകതകളുണ്ട്. ഇപ്പോൾ ഖുർആനിൽ ചില കാര്യങ്ങൾ പിന്നെ ഉപാധി വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ അനന്തരാവകാശം ഉണ്ടല്ലോ, അനന്തരാവകാശ നിയമങ്ങൾ പറഞ്ഞപ്പോൾ വസിയ്യത്ത് ഉണ്ടെങ്കിൽ, ശറ അനുസരിച്ച വസിയ്യത്ത് ഉണ്ടെങ്കിൽ അത് നടപ്പാക്കിയ ശേഷം ആണ് അനന്തരാവകാശം വീതം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വസിയ്യത്ത് എത്ര ചെയ്യാമെന്ന് എവിടെയാണുള്ളത്? ഹദീസിലാണുള്ളത്. അതെത്രയാണ്? 1/3 മാത്രമാണ്. ഒരാൾക്ക് 30 ലക്ഷമാണ് മരണപ്പെട്ട ആൾക്കുള്ളതെങ്കിൽ അതിൽ 10 ലക്ഷം മാത്രമേ 10 ലക്ഷം വരെ മാത്രമേ വസിയ്യത്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ. ശരി, അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹദീസ് സ്വീകരിക്കൽ അനിവാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ എങ്കിൽ കൂടെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഹദീസുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ഇനങ്ങളുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഹദീസുകൾക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സനദ്, മറ്റൊന്നും മത്ന്. സനദ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കേട്ടു കാണും, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ. അങ്ങനെയാണ് ആ ഹദീസിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ഈ പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ആര് കേട്ടു അല്ലെങ്കിൽ ആര് കണ്ടു, ആ കണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ കേട്ട വ്യക്തിയുടെ പേര്, അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു. അങ്ങനെ ബുഖാരി ഇമാമ് വരെ, അല്ലെങ്കിൽ മുസ്ലിം ഇമാമ് വരെ, അല്ലെങ്കിൽ തിർമിദി ഇമാമ് വരെ, അല്ലെങ്കിൽ ഏത് മുഹദ്ദിസാണോ അദ്ദേഹം വരെയുള്ള ആളുകൾ, പരമ്പരകൾ, ആ പരമ്പരക്കാണ് സനദ് എന്ന് പറയുക. ആ സനദിലുള്ള ആളുകൾക്ക് ഒരുപാട് യോഗ്യതകളുണ്ട്. അതൊക്കെ നമ്മൾ വെക്കുന്നതല്ല കേട്ടോ, മർക്കസ് വെച്ചതല്ല, മറിച്ച് മുൻഗാമികളായിട്ടുള്ള ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ വെച്ചതാ. ആ നിബന്ധനകൾക്കനുസൃതമായിട്ട് ഉള്ള പരമ്പരകൾ മാത്രമേ സ്വീകരിക്കാവൂ. അതിലേതെങ്കിലും പരമ്പരയിൽ ഒരാൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഹദീസ് നമുക്ക് സ്വീകരിച്ചുകൂടാ എന്നുള്ളതാണ്. ഇനിയോ ഹദീസിൻ്റെ സനദ് മാത്രമല്ല, മത്ന്, അതിൻ്റെ ഉള്ളടക്കം. മത്ന് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ ഉള്ളടക്കം. ആ ഉള്ളടക്കം ഖുർആനിന് അനുസൃതമായിരിക്കണം, ഖുർആന്റെ തത്വങ്ങൾക്ക് യോജിക്കുന്നതായിരിക്കണം എന്ന് മാത്രമല്ല, അറിയപ്പെട്ട ചരിത്ര വസ്തുതകൾക്ക് യോജിച്ചതായിരിക്കണം. അതുപോലെ തന്നെ ഇജ്മാൾ അതിന് അനുസൃതമായിരിക്കണം. അതുപോലെ തന്നെ ബുദ്ധിക്ക് യോജിക്കുന്നതായിരിക്കണം. അതുകൊണ്ടാണല്ലോ അധിക പണ്ഡിതന്മാരും ഇപ്പോൾ നൂഹ് നബിയുടെ കപ്പൽ കഅബത്തെ തവാഫ് ചെയ്തു എന്നൊരു വചനമുണ്ട്. ആ വചനം കള്ള ഹദീസ് എന്ന് എങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്? അതൊരിക്കലും സാധ്യമല്ല, അത് ലോജിക്കല്ല, യുക്തിക്ക് നിരക്കുന്നതല്ല, ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. ഈ കപ്പൽ കഅബത്തെ തവാഫ് ചെയ്തു എന്ന് ഹദീസാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല. കാരണം എന്താ? അത് അസംഭവ്യമാണ്. അപ്പോൾ അതാണ് ബുദ്ധിക്ക് യോജിക്കണം എന്നുള്ളതാണ്. ഒട്ടേറെ കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ ആളുകൾ കള്ള ഹദീസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, ഇറാഖിൽ, ബസറയിൽ, അവിടെയൊക്കെ ഹദീസുകൾ പ്രവാചകന്റെ പേരിൽ നിർമ്മിച്ചുണ്ടാക്കി. അങ്ങനെയാണല്ലോ അൽ ബാദിൻജാനു ശിഫാഉം മിൻ കുല്ലി ദാ, അതായത് ഈ വഴുതനങ്ങ അത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ. എന്തെല്ലാം ഒരാൾ വന്നിട്ട് എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ, കൂടുതൽ സന്താനങ്ങൾ വേണം, അപ്പം എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു.
അപ്പൊ പറയാണ് ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വശകാ ഇലൈഹി ഖില്ലതൽ വലദി. പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. കള്ള ഹദീസാട്ടോ, അങ്ങനെ വന്നിട്ടില്ല, പക്ഷേ ആ സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറയാണ് സന്താനങ്ങളില്ല, വളരെ കുറവാണ്, അതുകൊണ്ട് കൂടുതൽ സന്താനങ്ങൾ വേണം, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോ പ്രവാചകൻ അദ്ദേഹത്തോട് സവാള കഴിച്ചാൽ മതി, എന്നാൽ സന്താനങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിക്കൊള്ളും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കള്ള ഹദീസുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കൂ, കള്ള ഹദീസുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറയാനേ, ഒരു സത്യനിഷേധിക്ക്, ബഹുദൈവ വിശ്വാസിക്ക് ആഖിറത്തില് അവന്റെ ഈ ദുനിയാവിലെ കർമ്മങ്ങൾ ഉപകാരപ്പെടൂല. ഇവിടെ ഒരു സത്യനിഷേധി, കാഫിറായിട്ടുള്ള ഒരാള്, മുശ്രിക്കായിട്ടുള്ള ഒരാള് പാവങ്ങളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ വഴിയാത്രക്കാരന് എന്താ പറയുക ജ്യൂസ് വിതരണം ചെയ്യുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കുന്നു, അതിനയാൾക്ക് ഈ ദുനിയാവിൽ പ്രതിഫലം കിട്ടിയേക്കാം, ആഖിറത്തിൽ പ്രതിഫലം കിട്ടുമോ? കിട്ടൂല. അത് വിശുദ്ധ ഖുർആൻ പറയുന്നതാ. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറന. അവന്റെ പ്രവർത്തനങ്ങളെ ധൂളികളാക്കിയിട്ട് മാറ്റും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയാം. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാഫിറായിട്ടുള്ള ആളുകളുടെ അമലുകൾ പരലോകത്തിന് ഉപകാരം കിട്ടൂല. പക്ഷേ ബുഖാരിയിൽ എന്തുണ്ട്? ഈ അബൂലഹബ് ഉണ്ടല്ലോ, തബ്ബത്ത് യദാ അബീ ലഹബ് വതബ്ബ് എന്ന് പറഞ്ഞ ആ അബൂലഹബ് ഒരു അടിമസ്ത്രീയെ മോചിപ്പിച്ചതിന്റെ ഫലമായി കൊണ്ട് നരകത്തില് ആഴ്ചയിൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ശീതള പാനീയം വരുന്നു എന്നർത്ഥത്തിലുള്ള വചനമുണ്ട്. അപ്പൊ ഖുർആനെതിരായിട്ടുള്ള വചനമാണ്, ഹദീസാണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? ഖുർആന്റെ ആശയങ്ങൾക്ക്, ഖുർആന്റെ തത്വങ്ങൾക്ക് എതിരായ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല. ഇനി മറ്റൊരു വചനം നിങ്ങൾ കേൾപ്പിക്കുക, അപ്പൊ വ്യക്തമായി മനസ്സിലാക്കും. അതായത് ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണല്ലോ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ വഹിക്കുകയില്ല എന്നുള്ളത്. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ എന്നുള്ള ആയത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഹദീസില് പ്രത്യേകിച്ച് ഇമാം തബറാനിയുടെ മുഅ്ജമുൽ ഔസത്തിലെ ഒരു വചനം വന്നിട്ടുണ്ട്. അതിപ്രകാരമാണ്, ലാ യദ്ഖുലു വലദു സിനാ അൽ ജന്ന. വ്യഭിചാരപുത്രൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ജാരസന്തതി സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മാതാപിതാക്കളാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, ആ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല, പിന്നെ എങ്ങനെയാ അവൻ സ്വർഗത്തിൽ പോകാതിരിക്കുന്നത്? അപ്പോ ഖുർആനിന്റെ തത്വങ്ങൾക്ക് എതിരായിട്ടുള്ള വചനമാണ്. അപ്പൊ ഇതെന്ത് ചെയ്യണം? അത് കള്ള ഹദീസാണെന്ന് മനസ്സിലാക്കുക, അത് തള്ളുക എന്നുള്ളതാണ്. ഈ ഹദീസിൽ അത് മാത്രമല്ല, ഇതിൽ പറയാണ് വലാ ശൈഉം മിൻ നസ്ലിഹി ഇലാ സബ്അതി ആബാ. അവന്റെ 7 തലമുറയും സ്വർഗത്തിൽ പ്രവേശിക്കൂലാന്നാ. ഈ ജാരസന്തതിയായിട്ട് ജനിച്ച ആളുണ്ടല്ലോ, അയാള് മാത്രമല്ല, അയാളുടെ 7 തലമുറ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇങ്ങനെയൊക്കെ എത്ര വചനങ്ങളാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്നത്. അതൊക്കെ നബി പറഞ്ഞതാണ് പറഞ്ഞ. പക്ഷേ അത് ഖുർആനെതിരാണ്. ഖുർആൻ എന്താ പറയുന്നത്? ഖുർആൻ പറയുന്നുണ്ടല്ലോ, സൂറത്തു അൻആം 164 വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. സൂറത്തു നജ്മിൽ പറഞ്ഞു, ഒരാളുടെ പാപഭാരവും മറ്റുള്ള ആള് വഹിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള തത്വങ്ങൾക്ക് വളരെ എതിരായിട്ടുള്ള വചനങ്ങൾ. ഒരു സംഭവം കാണാം, നിങ്ങൾ നോക്കൂ. അപ്പൊ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവിന്റെ ആയുസ് എന്ന് പറയുന്നത് അതായത് 7000 വർഷമാണ് ഈ ഭൗതിക ലോകത്തിന്റെ ആയുസ് എന്ന് നബി പറഞ്ഞിട്ടുണ്ടെന്നാണ്. 7000 വർഷം കഴിഞ്ഞാൽ ഇത് നശിക്കും എന്നാണ് അതിൽ പറയുന്നത്. എന്നിട്ട് പറയണത് 7000 വർഷമുള്ള ഈ ദുനിയാവ് ഉണ്ടാകുക, അതിൽ അവസാനത്തെ 1000-ലാണ് ഞാൻ എന്നാണ് വചനത്തിലുള്ളത്. പക്ഷെ നബി മരിച്ചിട്ട് എത്രയും 1500ഓളം വർഷം ആകാനായി. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കള്ളവചനമാണ് ഇത്, അസത്യമായി പുലർന്നു. ഇത് ബൈഹഖി ഉദ്ധരിച്ചതാണ്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിലുൻ നുബുവ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. അത് തെറ്റാണ്. കാരണം എന്താ? ഖുർആന്റെ ആശയങ്ങൾക്ക് എതിരാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലേ, എന്താ പറയുന്നത്? യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ.
അന്ത്യദിനത്തെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അന്ത്യദിനം എപ്പോഴാ എന്ന് നമുക്ക് ആർക്കേ അറിയുള്ളൂ? റബ്ബിനെ അറിയുള്ളൂ. പക്ഷേ ഇതിൽ ഇങ്ങനെ 7000 വർഷം എന്നൊക്കെ ക്ലിപ്തമായിട്ട് പറയാൻ കഴിയുമോ? അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ്റെ ആയത്തിനെതിരാണ്. അപ്പോൾ ബൈഹഖിയിൽ വന്നിട്ടുള്ള ഈ വചനം എന്താണ്? ഇങ്ങനെ ഒരുപാട് ഞാൻ ചുരുക്കാൻ അത്തരം കാര്യങ്ങൾ. അതായത് ഒരു വചനത്തിൽ കാണാം, ഏതൊരു കുട്ടിയാവട്ടെ മുഹമ്മദ് എന്ന് പേരിട്ടാൽ മുഹമ്മദ് എന്ന് പേരിട്ടവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇങ്ങനെയൊക്കെയാണ് വചനങ്ങളെ. മുഹമ്മദ് എന്നല്ല, അതിലപ്പുറം നല്ല പേരിട്ടാലും ശരി, സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈമാൻ വേണം, അമൽ സ്വാലിഹാത്തുകൾ വേണം. നമ്മൾ പറയാറില്ലേ, എത്ര തങ്ങന്മാരുണ്ട്. ചില ആളുകളുടെ വിശ്വാസം എന്താ? തങ്ങന്മാർ കള്ളു കുടിച്ചാലും ചീട്ട് കളിച്ചാലും ഹറാമ് ചെയ്താലും അവർ കുറ്റല്ല എന്നുള്ളതാണ്. സമസ്തക്കാരായ ചില ആളുകൾ പറയാറുണ്ട്, ഭയങ്കര ശുദ്ധമായ സംബന്ധമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരാണ് വലിയ തങ്ങന്മാർ. തങ്ങൾ എന്നൊന്നും ഉണ്ടെങ്കിൽ അവരാണ് വലിയ തങ്ങൾ. ആ ഫാത്തിമയോട് എന്താ പറഞ്ഞത്? നരകത്തിൽ നിന്ന് നിന്റെ തടിയെ കാത്തുകൊള്ളൂ എന്നുള്ളതാണ്. ഒരു കാരക്കയുടെ കഷ്ണം ധർമ്മം ചെയ്തിട്ടെങ്കിൽ നീ നരകത്തെ സൂക്ഷിച്ചോ എന്ന് നബി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുണ്ടായി. ബുഖാരിയിൽ കാണാം, സലീനി മിൻ മാലി മാ ശിഅ്തി, നീ എൻ്റെ സമ്പത്ത് നിന്ന് ഇഷ്ടമുള്ളത് ചോദിച്ചോ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, പരലോകത്ത് നിനക്കൊരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഇനിയോ ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുൻകറായിട്ടുള്ള വചനം എന്ന് പറഞ്ഞല്ലോ, മുർസലായ വചനം എന്ന് പറഞ്ഞല്ലോ. മുർസലായ വചനം എന്നൊക്കെ പറഞ്ഞാൽ ആ പരമ്പരയെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താബിഅ് കഴിഞ്ഞാൽ പിന്നെയുള്ള ആളെ കാണൂല. താബിഅ് നേരെ നബി പറഞ്ഞതായിട്ട് പറയാണ്, താബിഇൽ അവസാനിക്കുകയാണ്. അതിനാണ് മുർസലി എന്ന് പറയുക. അതുപോലെ തന്നെ മൗഖൂഫ് ഉണ്ട്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ സ്വഹാബിയിൽ അവസാനിക്കുന്ന വചനം. മുൻകത്ത് ഉണ്ട്, പരമ്പര മുറിഞ്ഞത്. മുഅ്ളനുണ്ട്. മുഅ്ളൻ എന്ന് പറഞ്ഞാൽ ഹുവമാ സഖത മിൻ ഇസ്നാദി ഇസ്നാനി ഔ അക്സർന, 2 നിവേദകന്മാർ അല്ലെങ്കിൽ അതിലധികം ആ പരമ്പരയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ഹദീസുകളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ ഈ ബുഖാരി മുസ്ലിം എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളാണ്. പക്ഷേ ആ ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങളെ നമുക്ക് കിട്ടാവുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അതിനെന്തുണ്ട്? ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളെ കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഇപ്പോൾ മുദറജായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബിയുടെ വാക്കുകളുടെ കൂടെ സ്വന്തം വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വചനങ്ങൾക്കാണ് എന്ത് പറയുക? മുദറജായ ഹദീസ് എന്ന് പറയുക. നിങ്ങൾ നോക്കൂ, സ്വഹീഹുൽ ബുഖാരിയിൽ 6347 വചനം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅബ്ബദു മിൻ ജഹദിൽ ബലാ വദറകിൽ ഷഖാ വസൂഇൽ ഖലാ വശമാതത്തിൽ അദാ. ഇത് അതായത് പിന്നെ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ള സംഭവം പറയാണ്. എന്നിട്ട് ഖാല സുഫിയാനു അൽ ഹദീസു സലാസുൻ, ഇതിൽ 4 സംഗതികൾ പറഞ്ഞു. പക്ഷേ 3 എണ്ണാണ് റസൂലുള്ള പറഞ്ഞത്. സിദ്തു അന വാഹിദ, ഞാനൊന്ന് വർദ്ധിപ്പിച്ചു. ഇത് ബുഖാരിയിലുള്ളതാണ്. എന്നിട്ട് പറയാണ് ലാ അദ്രി അയ്യത്തുഹുന്ന ഹിയ, ഏതാണ് വർദ്ധിപ്പിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇത്തരം വചനങ്ങൾക്കാണ് മുദ്രജ് എന്ന് പറയുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, ഖുർആനും ഹദീസും ഒന്നല്ലാണ്. ഖുർആനും ഹദീസും അജഗജാന്തര വ്യത്യാസമുണ്ട്. ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് മർക്കസ് ദഅവ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മൾ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ, അത് സമ്പൂർണ്ണമായി മുക്തി നേടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. സഹോദരങ്ങളെ, ഞാനത് വിശദീകരിക്കാം. ഇപ്പോൾ ഈ ഹദീസുകളുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതി എല്ലാം ഹദീസാണ് എന്നുള്ള നിലക്കാണ് നമ്മുടെ വിസ്ഡം സഹോദരങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എത്രയാ. പക്ഷേ മുൻഗാമികളായിട്ടുള്ള ദീർഘദൃക്കുകളായിട്ടുള്ള പണ്ഡിതന്മാർ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്.
പ്രവാചകൻ പറഞ്ഞു എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട സ്ഥിരപ്പെട്ട വചനങ്ങൾ തന്നെ അത് റിസാലത്തിൻ്റെ ഭാഗമല്ലാതെ പറഞ്ഞവയുമുണ്ട് എന്നുള്ളതാണ്. അതായത് സുന്നത്ത് പ്രതിഫലം കിട്ടുന്ന സുന്നത്തല്ലാത്ത കാര്യങ്ങളുമുണ്ട് എന്നാണ്. ഉദാഹരണം, നബി ഒരിക്കൽ നിങ്ങൾ പലപ്പോഴും കേട്ടാണ് ഈ ഈത്തപ്പന അങ്ങനെ പരാഗണം നടത്തുന്നതായിട്ട് ആളുകൾ ഇങ്ങനെ പരാഗണം നടത്തുന്നതായും കണ്ടു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ചെയ്യാതെ തന്നെ ഈത്തപ്പഴം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിറ്റത്തെ വർഷം വന്നപ്പോൾ വളരെ കുറഞ്ഞ രൂപത്തിലാണ് ഉണ്ടായത്. അപ്പോൾ ആളുകൾ നബിയോട് പരാതിപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൻതും അഅലമു ബി അംരി ദുനിയാകും, നിങ്ങളാണ് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നവെന്നാണ്. അപ്പോൾ ഈ ഹദീസ് കൊടുത്തിട്ട് മഹാനായിട്ടുള്ള ഇമാം ഷാഹ് വലിയുല്ലാഹ് അദ്ദഹ്ലവി അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗിൽ രേഖപ്പെടുത്തുകയാണ്, മാ ലൈസ മിൻ തബ്ലീഗിർ റിസാല, ഹദീസുകളുടെ ഇനത്തിൽ നമ്മൾ പ്രബോധനം ചെയ്യേണ്ടാത്തതായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്ന സുന്നത്ത് അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണിത് എന്നുള്ളതാണ്. ഇനി വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം, നബി എന്തിനാ സഞ്ചരിച്ചിരുന്നത്? ഒട്ടകപ്പുറത്ത്, കഴുതപ്പുറത്ത്. നബിയുടെ പ്രവൃത്തി സുന്നത്താണല്ലോ. അപ്പോൾ നമുക്കും ഒട്ടകപ്പുറത്ത് കയറാം, കഴുതപ്പുറത്ത് സഞ്ചരിക്കാം. നമുക്ക് ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് കഴുതപ്പുറത്ത് പോയാൽ ഇത്ര കൂലി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നബി പോയതല്ലേ, ചെയ്യാൻ പറ്റുമോ? അതെന്താണ്? അത് പ്രതിഫലം കിട്ടുന്ന സുന്നത്തല്ല, അത് ആ കാലഘട്ടത്തിലുള്ള യാത്രാ സൗകര്യം മാത്രമാണ്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവർ അറബികൾ വടി കൊണ്ട് നടക്കും, വാള് കൊണ്ട് നടക്കും, അതുപോലെ നീളൻ കുപ്പായമിടും. നിങ്ങൾ കണ്ടല്ലേ സ്ത്രീകൾ നമസ്കാര കുപ്പായം പോലെ ഈ എന്തായാലും പറയുക കന്തൂറ എന്നൊക്കെ പറയുന്ന ഡ്രസ്സ് ഇപ്പോൾ ധാരാളമായിട്ട് ആളുകൾ ധരിച്ചുകൊണ്ട് കിടക്കുന്നത്. ചില ആളുകൾ വിചാരിക്കുന്നത് അതിട്ട് നടക്കൽ പ്രത്യേകം സുന്നത്താണെന്നാണ്. തെറ്റാണത്. എന്താ കാരണം? അത് ആ കാലഘട്ടത്തിലുള്ള സമ്പ്രദായമായിരുന്നു. അതല്ലാതെ പ്രതിഫലം കിട്ടുന്ന ഏതുപോലെ ഇപ്പം നമ്മൾ പള്ളിയിൽ കയറിയാൽ വലതുകാല് വെച്ച് കയറുന്നു, കൂലി. അല്ലാഹു മഫ്തഹ് അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ കൂലി. 2 റക്അത്ത് തഹയ്യത്ത് നമസ്കരിച്ചാൽ കൂലി. എന്നിട്ട് നമ്മൾ ജമാഅത്ത് പ്രതീക്ഷ അവിടെ ഇരിക്കാൻ പ്രതിഫലം. ആ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ പ്രതിഫലം. അങ്ങനെ അതൊക്കെ കൂലിയുണ്ട് നമുക്ക്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കോ അതൊന്നും കൂലിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായി? അപ്പോൾ സുന്നത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്, നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ നവോത്ഥാന പ്രസ്ഥാനം, നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിക്ക് സ്ഥാനം കൊടുത്ത പ്രസ്ഥാനമാണ്. നമ്മൾ മനസ്സിലാക്കണം. സമസ്ത എന്നൊക്കെ പറയുന്ന ആ വിഭാഗം അവർ പണ്ഡിതന്മാരെ ഒരു എന്താ പറയുക, ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വിഭാഗമായിട്ട് കാണുമായിരുന്നു. അവരോട് ചോദ്യം ചെയ്യില്ല, എന്താണ് അതിന് തെളിവ്, എന്താ മൗലവി ഇതിന് തെളിവ് എന്നുള്ളൊരു സംസാരം മുമ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു രീതി എവിടെയാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിലായിരുന്നു. ഒരു സംഗതി, അതിനെന്താണ് തെളിവ്? ആയത്തോത് ഹദീസോത്, അതെന്താ? ആ ഒരു തെളിവ് ചോദിക്കുന്ന രീതി അത് മുജാഹിദ് പ്രസ്ഥാനത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, എന്ത് സംഭവിച്ചു? ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആ ഒരു മൻഹജിൻ്റെ രൂപത്തിലേക്ക് പോകാൻ. ഇന്ന ഷെയ്ഖ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ദീനാണ്, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് പല ആളുകളും പോകുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഈ CD ടവർ ആകട്ടെ, വിസ്ഡമാകട്ടെ, ഞാൻ ഇപ്പോൾ നമ്മുടെയൊക്കെ പല ആളുകളുടെയും ബന്ധുക്കൾ അവരൊക്കെ ഉണ്ടാവും. അവരോടൊരു ബന്ധം വിച്ഛേദിക്കണം എന്നല്ല, ബന്ധങ്ങളെല്ലാവരോടും, അന്യമതസ്ഥരോട് പോലും നമ്മൾ എന്ത് ചെയ്യണം? പുഞ്ചിരിക്കണം, സ്നേഹാന്വേഷണങ്ങൾ നടത്തണം, അതൊക്കെ അങ്ങനെ. പക്ഷേ ആദർശം ഉണ്ടല്ലോ, നമ്മുടെ വിശ്വാസം, അത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ സൂക്ഷിച്ച് കാത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ CD ടവറുകാരാകട്ടെ, വിസ്ഡംകാരാകട്ടെ, അവർ 2 കൂട്ടരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു സംഗതിയാണെന്ത്? മാരണം ഫലിക്കും എന്നുള്ളത്. കൂടോത്രം, അതായത് ഒരു തങ്ങളോ മുസ്ലിയാരോ പൂജാരിയോ പണിക്കനോ അവർ കോഴിത്തലയും അല്ലെങ്കിൽ ആട്ടിൻതല, ഗൾഫിലൊക്കെ ആട്ടിൻതലയാണ്, പത്രത്തിലൊക്കെ ഇടയ്ക്ക് കാണാൻ ഇങ്ങനെ ആട്ടിൻതലയുടെ ഫോട്ടോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ പൂജാരിയെ പിടിച്ചു, സാഹിറിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ കോഴിത്തലയും അലറിപ്പൂവും അതുപോലെ തന്നെ അവിലും അതുപോലെ ചെറുപഴമുണ്ടല്ലോ, മൈസൂർ പൂവെന്നൊക്കെ പറയുന്ന അലറിപ്പൂവ്, ഇങ്ങനെയുള്ള വസ്തുക്കളെ
ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, കോഴിമുട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ചില നൂലും കെട്ടും മന്ത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന മാരണം, ആ മാരണം മുഖേന മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയും എന്നാണ് ഇവർ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആവുകയുള്ളൂ. ഇനി ആ സിഹറിന് ഫലമില്ല എന്ന് ലോകത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇവർ വെല്ലുവിളിക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവരുടെ വിശ്വാസം എത്ര വഴിതെറ്റിപ്പോയി. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ മുജാഹിദുകളാണല്ലോ. നമ്മൾ എത്ര കാലഘട്ടം, അതായത് ഈ 2002 മുമ്പ് എത്രയോ തവണ ഈ കേരളക്കരയിൽ നമ്മുടെ മുൻഗാമികൾ ആ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഈ മാരണത്തിന് ഫലമില്ല. അങ്ങനെ ഫലിക്കുമെങ്കിൽ നമുക്കെതിരെ ചെയ്താൽ പോരെ? ഈ സമസ്തക്കാർ അവർക്ക് നമുക്കെതിരെ ചെയ്യാലും, മുജാഹിദുകാർക്കെതിരെ മരിച്ചാൽ മയ്യത്ത് കബറടക്കാൻ പോലും സമ്മതിക്കാതെ വിവാഹം മുടക്കുന്ന, മുജാഹിദായതിൻ്റെ പേരിൽ പെൺകുട്ടികളുടെ വിവാഹം മുടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് സിഹിർ ചെയ്തുകൂടാ? അവർക്കറിയാം അതിന് ഫലം ഉണ്ടാവില്ല. ഒക്കെ പോട്ടെ, ഇപ്പോൾ ഈ യോഗി മോഡി ഇവരൊക്കെ തെരഞ്ഞെടുപ്പിൽ ചെറിയ ക്ഷീണം സംഭവിച്ചവർക്ക്, പക്ഷേ എങ്കിൽ പോലും അവർക്ക് മുസ്ലിങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്കെതിരെ അങ്ങോട്ടൊക്കെ ചെയ്യാലോ. എന്താ ചെയ്യാത്തത്? ഇതിന് ഫലമില്ല എന്നുള്ളതാണ്. ഇത് ഫലിക്കൂല. സഹോദരങ്ങളെ, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിക്കാം. സിഹിർ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ ചെയ്യേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇവിടെ അടുത്തല്ല ഈ പെരിയാർ എന്ന് പറയുന്നത്, അതിലെത്ര വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് പെട്രോളാക്കട്ടെ. ഇവർക്ക് ഈ ഈ എന്താ പറയുക, സിഹിർ കൊണ്ട്, കൂടോത്രം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ആ വെള്ളം പെട്രോളാക്കാൻ അവർക്ക് കഴിയൂ. അല്ലെങ്കിൽ എത്ര മലയും കുന്നുകൊണ്ട് അത് സ്വർണ്ണാക്കട്ടെ. എന്താ ചെയ്യാത്തത്? അതിന് സാധ്യമല്ല. പക്ഷേ ഈ CD ടവറുകാരും വിസ്ഡംകാരും ഒരുപോലെ പറയുന്നത് മാരണം ഫലിക്കും. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 മാസം സിഹിർ ബാധിച്ചു. സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ബുദ്ധി നശിച്ചു, ഭ്രാന്തനായി എന്നുള്ളതാണ്. നബിക്ക് എവിടെ പോയി, കുറേ ഭാര്യമാരുണ്ടല്ലോ, 9 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ എവിടെ പോയി എന്നറിയാത്ത വണ്ണം. എന്ന് മാത്രമല്ല, ബുഖാരിയിൽ ആ ഹദീസിൽ കാണുന്നത് അശദ്ദുമായ യകൂനു മിന സിഹ്ർ എന്നാണ്. ഏറ്റവും കഠിനമായിട്ടുള്ള മാരണമാണ് പ്രവാചകന് ബാധിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ മാരണം പ്രവാചകന് ബാധിച്ചു എന്ന് ആര് പറയാണ്? ഇവിടുത്തെ സമസ്തക്കാരല്ല, കാന്തപുരംകാരല്ല, മറിച്ച് മുജാഹിദുകൾ, നവോത്ഥാന പുരോഗമന ചിന്താഗതിയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ബാനറുള്ള ആളുകൾ മിമ്പറിൽ വെച്ചും സമ്മേളനങ്ങളിൽ വെച്ച് പറയുക മാത്രമല്ല, രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, സർക്കുലർ ഇറക്കാണ്. നമ്മൾ ആലോചിക്കണം എത്രമാത്രം വഴിതെറ്റി. അതാണ് ഞാൻ പറയുന്നത്, മാരണം ഫലിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിശാചിനെ പൂജിക്കാൻ മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി ഫത്ഹുൽ ബാരിയിൽ എഴുതുകയുണ്ടായി. ഈ സിഹിർ ഇന്നമാ യതിമു സിഹിർ സഹോദരങ്ങളെ, മാരണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിശ്വാസം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, മാരണം ഇവർ നടത്തുന്നത് പിശാചിനെ പൂജിച്ചും പിശാചിനെ സേവിച്ചുമാണ്. നിങ്ങൾ നോക്കൂ, മുജീബുദ്ദഅവാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. അതാരാണ്? അള്ളാഹു മാത്രമാണ്. വേറെ ഒരു ശക്തിക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. അതാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദ് 13 പറയാണ്, ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇ. യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ആ അല്ലാഹുവിനാണ്. അവന് പുറമെയുള്ളവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലാ യസ്തജീബൂന ലഹും ബിശൈഇ, അവരൊട്ടും തന്നെ ഉത്തരം ചെയ്യുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് പുറമെ അമ്പിയാക്കളാകട്ടെ, ഈ കല്ലാകട്ടെ, മരമാകട്ടെ,
ഏത് പുണ്യ പുഷ്പങ്ങളോ പുണ്യമരങ്ങളോ ആരുമാകട്ടെ അവരൊന്നും തന്നെ ഒട്ടും ഉത്തരം ചെയ്യൂല എന്നാണ്. പിശാചും ഉത്തരം ചെയ്യൂല എന്നീ ആയത്തിൽ നമുക്ക് കിട്ടും. ഏതായതെന്ന് സൂറത്തുർ റഅദ് 13 കിട്ടും. അള്ളാഹു പറയുന്നത് ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ. പക്ഷേ ഇവരെന്താ പറയുന്നത്? പിശാചിനെ പൂജിച്ച് നടത്തുന്ന പൂജ എന്ന് പറഞ്ഞാൽ ആരാധന. ആരാധന അത് തന്നെയാണല്ലോ പ്രാർത്ഥന. അപ്പോൾ ആ പൂജക്ക് പ്രാർത്ഥനയ്ക്ക് പിശാചിനോടുള്ള ആ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് ഉത്തരം കിട്ടും എന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ ഖുർആനിന് നേരെ വിരുദ്ധമായ വിശ്വാസം, ശിർക്കൻ വിശ്വാസം, മാരണം ഫലിക്കുന്നുള്ളത് നിസ്സാരമല്ല, അത് ശിർക്കൻ വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ കെ ഉമർ മൗലവിയെ കേട്ടിട്ടില്ലേ? കെ ഉമർ മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫാത്തിഹയുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 125 പേജിൽ എഴുതുകയുണ്ടായി. അദൃശ്യ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. അദൃശ്യമായ രൂപത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ്. അപ്പോൾ ജിന്നിനെയും പിശാചിനെയും ആരാധിക്കുക എന്ന ഷിർക്ക് ഇതിൽ വന്നുകൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ആഭിചാരവും, ആഭിചാരം എന്ന് പറഞ്ഞാൽ കൂടോത്രം, സിഹ്ർ എന്ന് പറയുന്നത്, മന്ത്രവാദവും ഷിർക്കും കുഫറുമായി തീരുന്നത്. അപ്പോൾ ഉമർ മൗലവി അത് എഴുതി. അദ്ദേഹം എല്ലാവർക്കും, എല്ലാ മുജാഹിദുകൾക്കും സർവസമ്മതനായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി കൊണ്ടെഴുതിയത് ഷിർക്കും കുഫറുമായി തീരുന്ന സംഗതിയാണെന്ന്. അങ്ങനെയുള്ള സംഗതിയാണ് ഇവരെന്ത് പറയുന്നത്? അത് ഫലിക്കും എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല അഹ്ലു സുന്നയുടെ വിശ്വാസം ഇത് ഫലിക്കും എന്നുള്ളതാണ്. എത്രമാത്രം വഴികേടാണെന്ന് നോക്കൂ. മദ്രസയിലെ പാഠപുസ്തകം 4ാം ക്ലാസ്സിലെ സ്വഭാവ പാഠം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇത് പഠിപ്പിച്ചിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സിഹ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠപുസ്തകത്തിൽ ഇത് വളരെ വ്യക്തമായിക്കൊണ്ട് പഠിപ്പിച്ചിരുന്നു. ഞാൻ നിങ്ങൾ ചുരുക്കത്തിൽ പറയാം. സൂറത്തു നിസാ 4ാം അധ്യായത്തിൽ 51 ആയത്ത്. ആ ആയത്ത് പഠിപ്പിക്കുന്നത് അറിയങ്ങള് ജൂത ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണെന്ത്? മാരണം ഫലിക്കും എന്നുള്ളത്. മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല. നിങ്ങൾ ആ ആയത്തൊന്ന് എടുത്തിട്ട് അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കുക. അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബ് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. അല്ലാഹു പറയാൻ അലം തറ ഇലല്ലദീന ഊതൂ നൽകപ്പെട്ടിട്ടുള്ള നസീബൻ മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്നൊരംശം നൽകപ്പെട്ടവരിലേക്ക് നീ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? യുഅ്മിനൂന ബിൽ ജിബ്തി, അവർ ജിബ്തിൽ വിശ്വസിക്കുന്നു. എന്താ ജിബ്ത് എന്ന് പറഞ്ഞാൽ? മഹാനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ ഖാല അൽ ജിബ്തു അസ്സിഹർ. ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹറാണ്, മാരണം, ആഭിചാരം, കൂടോത്രം. കൂടോത്രം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം മാത്രമല്ല. മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഹിജ്റ 774 വഫാത്തായിട്ടുള്ള മഹാനവറുകളുടെ തഫ്സീറുൽ ഖുർആനിൽ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വഹാകദാ റുവിയ അൻ ഇബ്നു അബ്ബാസ്, പ്രമുഖനായ സ്വഹാബിയാണ്. തർജുമാനുൽ ഖുർആൻ എന്നുള്ള ചരിത്രപരമായ നാമവിശേഷണം കിട്ടിയിട്ടുള്ള ആളാണ്, മഹാനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹറാണ്. ആ സിഹറിൽ വിശ്വസിക്കുന്നവരാരാ? വേദം നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികൾ. അവരുടെ ആ വ്യതിയാനം നിറഞ്ഞ മാർഗഭ്രംശം നിറഞ്ഞിട്ടുള്ള ആ ഒരു വിശ്വാസമാണ് ഈ CD ടവറും വിസ്ഡംകാരും കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, അലി ഇബ്നു അബ്ബാസ് വഅബ്ദുൽ ആലിയ വമുജാഹിദ് വഅത്വാ വഇക്രിമ വസഈദ് ഇബ്നു ജുബൈർ വശഅബി വൽഹസൻ വല്ലഹാഖ് വസുദ്ദി. അതായത് സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അങ്ങനെയുള്ള പൂർവ്വസൂരികളുടെ അഭിപ്രായമാണെന്ത്? ജിബ്ത് എന്ന് പറഞ്ഞ സിഹർ. ആ സിഹറിൽ വിശ്വസിക്കുന്നത് ജൂത ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ന് CD ടവറിൻ്റെയും വിസ്ഡംകാരുടെയും വിശ്വാസം. അപ്പോൾ അത് ഫലിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ?
ഒരിക്കലും പറ്റുകയില്ല. നമ്മുടെ വീടിന് മുമ്പിൽ നിങ്ങൾ നോക്കൂ, ആരെങ്കിലും നൂലൂതിയത് കൊണ്ടുവന്നു, ഒരു നാളികേരം അതിൽ കുറേ കല്ല് വരച്ചു, അലിഫും ബാകുന്നോ അല്ലെങ്കിൽ കൂത്തുബിജെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്ഷരങ്ങൾ എഴുതി, ഇത് മാരണം ചെയ്തതാണ് എന്ന് തോന്നത്തക്ക രൂപത്തിൽ വല്ല വെള്ളരിക്കയോ ഒക്കെ കൊണ്ടുവന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ ചെയ്യുക? ഒരു പേടിയും പേടിക്കാതെ, നമ്മൾ ആരെയും പേടിക്കേണ്ടത്? അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഗുണവും ദോഷവും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മുറ്റത്തുള്ള വാതിലിന് മുമ്പിലുള്ള ഈ കല്ലുകൾ വരക്കപ്പെട്ടിട്ടുള്ള നാളികേരമാകട്ടെ, കോഴിമുട്ടയാകട്ടെ, കൂടോത്ര വസ്തുക്കളാകട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കാലുകൊണ്ട് ചവിട്ടിക്കളയുന്നു. കാരണം നമുക്കൊരു പേടിയില്ല. എന്താ കാരണം? നമ്മളെ മനസ്സിനകത്ത് അള്ളാഹു അവന് മാത്രമാണ് നമുക്ക് അഭൗതികമായ രൂപത്തിൽ ഇങ്ങനെ ഗുണം നൽകുന്നവൻ, രക്ഷ നൽകുന്നവൻ, അതുപോലെ ദോഷം നൽകുന്നവൻ. അതല്ലാതെ ഇതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. നാടിയുറച്ച് വിശ്വസിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. പ്രവാചകന് മരണം ബാധിച്ചെന്ന് പറയണ്ടല്ലോ, സൂറത്തുൽ ഫുർഖാൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രാ, അതിൽ പറയാണ് നിങ്ങൾ അക്രമികൾ പറഞ്ഞു എന്നാണ്. മുഹമ്മദ് നബി, നിങ്ങൾ നബിയെ പിൻപറ്റുന്ന ആളുകളാണല്ലോ, ആ നബി മസ്ഫൂറാണ്, മാരണം ബാധിച്ചവനാണ് എന്ന് ആരാ പറയുന്നത്? അക്രമികൾ, മക്കത്തുള്ള മുശ്രിക്കുകളും കുഫാറുകളും അതുപോലെയുള്ള ജൂത ക്രൈസ്തവ ആളുകൾ, അവരുടെയൊക്കെ വാദങ്ങളാണ്. അവരുടെ വാദമാണ് നബി മാരണം ബാധിച്ചവനാണ് എന്നുള്ളത്. നമ്മുടെ വാദം എന്താ? അദ്ദേഹം അങ്ങനെയുള്ള ഒന്നും, അദ്ദേഹം മാത്രമല്ല, ലോകത്തൊരാൾക്കും മാരണം ബാധിക്കൂല. അത് അങ്ങനെയൊന്നും ബാധിക്കാൻ കഴിയൂല. പ്രിയമുള്ളവരെ, അങ്ങനെ മാരണം ബാധിക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ ഈ ലോകത്തെ ക്രമം തന്നെ തെറ്റുമായിരുന്നു. അപ്പം അതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. ചില ആളുകൾ പറയാറുണ്ട്, സൂറത്തുൽ ബഖറയിൽ ബാബിലോണിയയിൽ 2 മലക്കൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ബിബാബിൽ ഹാറൂത്ത് വ മാറൂത്ത്. ഹാറൂത്ത് മാറൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മലക്കുകൾ ഇറങ്ങി സിഹിർ പഠിപ്പിച്ചു എന്നൊക്കെ. അതൊക്കെ ശുദ്ധമായ അസംബന്ധമാണ്. സത്യത്തിൽ ഖുർആൻ എന്താ പറയുന്നത്? വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബിൽ ഹാറൂത്ത് വ മാറൂത്ത് എന്നാ. അങ്ങനെ ആ മലക്കുകളുടെ മേൽ ഇറക്കപ്പെട്ടിട്ടില്ല എന്നാണ്. മാ എന്ന് പറഞ്ഞാൽ അവിടെ നഫീൻ്റെ മാന്നാണ്, ഇല്ല എന്നുള്ള അർത്ഥത്തിലുള്ള മാന്നാണ്. അതാരാ പറയുന്നത്? നമ്മൾ പറയല്ല. അത് ഇമാം ഇബ്നു ജരീർ തൊബരിയുടെ തഫ്സീറിലുണ്ട്, ഇബ്നു കതീറിൻ്റെ തഫ്സീറിലുണ്ട്, ഫതുഹുൽ ഖദീറിലുണ്ട്, അങ്ങനെ അറിയപ്പെട്ട തഫ്സീറുകളിലൊക്കെ ഉണ്ട്. ആരാ പറയുന്നത്? മഹാനായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹം പറയാം, അവിടെ മാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലുള്ള മാന്നാണ്, അഥവാ ആ മലക്കുകളുടെ പേര് ഇറക്കപ്പെട്ടിട്ടില്ല എന്ന്. അപ്പൊ സിഹിർ ഫലിക്കും എന്നുള്ളതിന് ഒരു തെളിവില്ല. ഇനി ഫലിക്കുന്നു വിശ്വസിക്കുകയാണെങ്കിലോ ഷിർക്ക് സംഭവിക്കും. ഷിർക്ക് സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു ഹദീസ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. മന്ത്രങ്ങൾ, തമായിമ്, അതുപോലെ തിവലത്ത് എന്ന് പറഞ്ഞാൽ സിഹിറിൻ്റെ ഒരു ഇനാണ്. ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ യോജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഒരു ആകർഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബന്ധിക്കുന്ന ഒരു തരം സിഹിറിൻ്റെ ഇനമാണത്. ആ സംഭവത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഷിർക്കുൻ, ബഹുദൈവ വിശ്വാസമാണ്. അപ്പോൾ ഈ മാരണം, കൂടോത്രം, സിഹിർ അത് ഷിർക്കാണെന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുകയാണ്. സംശയം വേണ്ട. പക്ഷേ ഈ CD ടവറുകാരും വിസിറ്റംകാരും ഒന്നിച്ച് അവരിത് ഫലിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രവാചകന് ഫലിച്ചു എന്നാണ് പറയുന്നത്. ഇനി എത്രയോ ഹദീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സമയദൈർഘ്യം പറയുന്നുകൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ കേട്ട് കാണും, 3 വിഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സിഹിറിനെ സത്യപ്പെടുന്ന സ്വർഗത്തിൽ പ്രവേശിക്കൂലാണ്. അത് അങ്ങനെയൊക്കെ നബി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഇനി നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം. കണ്ണേർ. ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറയുക? കണ്ണേർ തട്ടുന്നതാണ്. കണ്ണേർ, അതായത് ഒരു കുട്ടിയുണ്ട്, ഒരു 1.5 വയസ്സ് 2 വയസ്സ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ കുട്ടിയുടെ തുള്ളിച്ചാടലും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടും. കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, സുന്ദരനായ കുട്ടി
എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് കണ്ണീർ തട്ടുന്ന ഉടനെ ജലദോഷം ഉണ്ടാകും, പനി ഉണ്ടാകും, അസുഖങ്ങളുണ്ടാകും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ വിശ്വാസം. ഹൈന്ദവരുടെയൊക്കെ വിശ്വാസമാണ്. നിങ്ങൾ നോക്കൂ, അത് ഇങ്ങനെ കണ്ണീർ തട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ, നമ്മുടെ ഈമാനിന് നിരക്കാത്തതാണ്. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. ഖുർആൻ എന്താ പഠിപ്പിക്കുന്നത്? സൂറത്ത് യൂനുസിലെ 107-ാമത്തെ വചനം, നിനക്ക് ഒരു ദോഷമുണ്ടാക്കാൻ അള്ളാഹു വിചാരിച്ചാൽ അത് തടുക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാ. ഇനി ഒരു നന്മ നിനക്ക് വരാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ നന്മ തടയാനും ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു നല്ല കുട്ടിയാണ്, എന്ത് ചന്തമുള്ള കുട്ടി എന്നൊക്കെ, അല്ലെങ്കിൽ നല്ല സുന്ദരനായ കുട്ടി എന്നൊക്കെ പറയുമ്പോഴേക്ക് ആ കുട്ടിയുടെ നന്മ പോകില്ല. കാരണം എന്താണ്? എന്ത് നന്മയും അതൊക്കെ അള്ളാഹു വിധിക്കും. ആ അള്ളാഹിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഒരാളിങ്ങനെ നോക്കുമ്പോഴേക്ക് പറയുമ്പോഴേക്ക് ഒന്നും സംഭവിക്കുകയില്ല. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. സൂറത്ത് യൂനുസിലെ 107-ാമത്തെ വചനം എല്ലാവരും അർത്ഥസഹിതം കൃത്യമായി പഠിക്കണം. കാരണം എന്താ? അത് പറയാൻ ഒരു ദോഷം അള്ളാഹു വിചാരിക്കാതെ സംഭവിക്കൂല, ഒരു നന്മയും അള്ളാഹു വിചാരിക്കാതെ ആർക്കും തടയാൻ സാധ്യമല്ല എന്നാ, തടയാൻ കഴിയൂല എന്നാ. പിന്നെ എങ്ങനെയാണ് ഒന്ന് നോക്കുമ്പോഴേക്ക് ചില ആളുകളൊക്കെ പറയാറുണ്ടെന്ന്, ഒരു വാഴക്കുല, ആ വാഴക്കുല ഇങ്ങനെ കൊലച്ച് നിൽക്കുകയാണ്, നല്ല ഘനമുള്ള ഒരുപാട് എണ്ണമുള്ള ഒരു കുലയാണ്. അത് കാണുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് പറഞ്ഞാൽ അത് നശിച്ചു പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ വയലുകളിലൊക്കെ ചില കോലങ്ങൾ വെക്കുന്നത്. വീട് നിർമ്മിക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ, ആളുകൾ കരിങ്കണ്ണ നോക്ക്, അഭിപ്രായം വേണ്ട, നിനക്ക് പോകാം എന്നൊക്കെ എഴുതി വെക്കുന്നത് എന്താ? കണ്ണീർ തട്ടാതിരിക്കാനാണ്. നമ്മളങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമില്ല. ഈ വിസിറ്റംകാർ വന്നിട്ട് എന്ത് ചെയ്തു? CD ടവറുകാരൊക്കെ എന്ത് ചെയ്തു? അത് മാറ്റിയിട്ട് കരിങ്കണ്ണ നോക്ക് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് ഫ്ലക്സ് വെക്കാൻ തുടങ്ങി, ബാനർ വെക്കാൻ തുടങ്ങി. സത്യത്തിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് അള്ളയും റസൂലും പഠിപ്പിച്ച ഒരു സുന്നത്താണ് എന്ന് തോന്നും. അങ്ങനെ അള്ളയും റസൂലും പഠിപ്പിച്ചില്ല. അവരെന്തിനാ വെക്കണ നിങ്ങൾ? മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണീർ തട്ടൂല എന്നാ. അതാരെ പഠിപ്പിച്ച? ഖുർആനിലുണ്ട് അങ്ങനെ? ഹദീസിലുണ്ടോ? ഇല്ല സഹോദരങ്ങളെ, ഖുർആനിലോ ഹദീസിലോ അല്ല. അത് എന്ന് മുതലാണ് വന്നത്? ഒരു 15 കൊല്ലം മുമ്പുണ്ടത്. 15 കൊല്ലം മുമ്പ് വീട് കയറ്റിയ ആളുകളുണ്ടല്ലോ വിശ്വാസത്തിലെ, അന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ടാരെങ്കിലും ഇല്ല. അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ അനാചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഈ വിസ്ഡം ടീം CD ടവറുകാരൊക്കെ കൊണ്ടുവരികയാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. അവർ കണ്ണീറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി ബഅദ ഖലാഇല്ലാഹി വഖദ്രിഹി ബിൽ ഐൻ, അള്ളാഹിൻ്റെ കലാഖദർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് കണ്ണീർ കൊണ്ടാണെന്നാണ്. അപ്പോൾ കണ്ണീർ കൊണ്ട് മരണം വരും, മരണം പോലും സംഭവിക്കുന്ന ഇവരുടെ വിശ്വാസം. ഈ CD ടവറുകാരുണ്ടല്ലോ, അവർ മുജാഹിദുകളായിട്ട് അവരെ കൂട്ടാൻ പറ്റില്ല. കാരണം എന്താ? സമസ്തക്കാർ പോലും ഇങ്ങനെ പച്ചയായി ഇത് പറയാറില്ല. കണ്ണീർ കൊണ്ട് മരണം സംഭവിക്കുന്നു, നഊദു ബില്ലാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മുടെ വിശ്വാസം എന്താ പറയുക? കൂരിരുട്ടിൽ ഒരു കറുത്ത ഉറുമ്പ് ഒരു കറുകറുത്ത പാറയുടെ മുകളിലൂടെ അങ്ങനെ പോകുമ്പോൾ അതൊന്നും മറിഞ്ഞ് വീഴ്, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് വരുന്നു, ഇതാരുടെ നിശ്ചയപ്രകാരം? റബ്ബിൻ്റെ നിശ്ചയപ്രകാരം, അള്ളാഹു വിധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വലിയ വൃക്ഷത്തിൽ നിന്ന് ഒരു പഴുത്ത ഇല വീഴുന്നത് പോലും. പക്ഷേ ഇവർ പറയാണ് മരണം പോലും കണ്ണീർ കൊണ്ട് സംഭവിക്കുന്നു. അങ്ങനെ ഒരാൾ നോക്കിയത് കൊണ്ട്, ഒരു കണ്ണീർ കൊണ്ടും ഒരു മരണവും സംഭവിക്കൂല. കണ്ണീർ എന്ന് പറഞ്ഞാൽ അത് നടക്കൂലാണ്. നിങ്ങൾ നോക്കൂ, ഈ ഫതുഹുൽ ബാരിയിൽ, ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഫതുഹുൽ ബാരി. ആ ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്. അവർക്കൊക്കെ കണ്ണീർ തട്ടും എന്നൊക്കെയുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും അവരിവരെ പോലെയല്ല പറയുന്നത്. അദ്ദേഹം പറയാൻ, ലാ യുഹദിസുഹുൻ നാദിറു ഫിൽ മൻദൂർ, ഒരു നോട്ടക്കാരൻ ഈ സംഗതിയിലേക്ക് നോക്കുമ്പോഴേക്ക് അത് വാഴക്കുലയിലേക്കാകാം, അല്ലെങ്കിൽ ഒരു പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട് ആ കാറിലേക്കാകാം, അല്ലെങ്കിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലേക്കാകാം, അല്ലെങ്കിൽ സുന്ദരനായൊരു കുട്ടിയെ ആയിരിക്കാം, അല്ലെങ്കിൽ സുന്ദരിയായൊരു കുട്ടിയാവാം,
അവരിലേക്ക് നോക്കുമ്പോഴേക്ക് അതിലൊന്നും സംഭവിക്കുകയില്ലെന്നാണ്. ലാ യുഹദിഥു, പുതുതായി ഒന്നും സംഭവിക്കുകയില്ല. അന്നാദുറു ഫിൽ മൻദൂർ, ഈ നോട്ടക്കാരന് എന്തൊന്നിലേക്കാണോ നോക്കുന്നത് അതിൽ പുതുതായി ഒന്നും സംഭവിപ്പിക്കുന്നില്ല എന്നാണ്. വ ഇന്നമാ ഹുവ ബിഖദ്രില്ലാഹി സാബിഖ്, എന്താ പിന്നെ സംഭവിക്കുന്നത്? ഒരാളിങ്ങനെ നോക്കി പോയിട്ടുണ്ട്, പിറ്റേ ദിവസമാണ് ഈ കുട്ടിക്ക് പനിയും ജലദോഷം ഉണ്ടായത്. അതെന്തുകൊണ്ടായാലും നോക്കിയോണ്ടാണോ? അല്ല, അള്ളാഹു മുമ്പ് വിധിച്ചിട്ടുണ്ട് ഈ കുട്ടിക്ക് ഇന്ന ദിവസമാണ് പനിയും ഛർദിയൊക്കെ ഉണ്ടാവുക എന്ന്. അത് സംഭവിച്ചതാ, അള്ളാഹിൻ്റെ വിധി നടന്നതാണ്. അതല്ല ഈ നോട്ടക്കാരൻ നോക്കിയത് കൊണ്ടല്ല. അപ്പോൾ കുട്ടിയെ കണ്ണേറ് ഫലിക്കൂല. ഇനി നിങ്ങൾ നോക്കൂ, റുഖിയ ശർഇയ്യ നിങ്ങൾ കേട്ട് കാണും. റുഖിയ ശർഇയ്യ എന്നൊക്കെ പറഞ്ഞാൽ അത് നടത്താനായിട്ട് മൗലവിമാരുണ്ട്. 50,000 രൂപ കൺസൾട്ടിങ് ഫീസ് വാങ്ങുന്ന ആളുകളുണ്ട്. ഹുസൈൻ മന്നാനി എന്ന് പറയുന്ന ഒരു ആള് 50,000, 25,000, 75,000 രോഗത്തിൻ്റെ ഒക്കെ ആ ദറജക്കനുസരിച്ചാണ് ഫീസ്. ഇടയ്ക്ക് ഈ ആശുപത്രിക്കാർ നടന്ന പോലെ സൗജന്യ കൺസൾട്ടിങ് ഉണ്ട്, നോട്ടീസ് അടിച്ചിട്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ റുഖിയ ശർഇയ്യ. റുഖിയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നർത്ഥം. രോഗം മാറാനുള്ള പ്രാർത്ഥനക്കാണ് റുഖിയ എന്ന് പറയുക. റുഖിയ എന്നുള്ളത് സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു അധ്യായം തന്നെയാണ്. എന്താ അധ്യായത്തിൻ്റെ പേരാണ് നിങ്ങൾ? ബാബു റുഖിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുഖിയ, അതായത് രോഗം മാറാനുള്ള പ്രാർത്ഥന, നമ്പർ 5743. അതിൽ കാണാം നബിയുടെ പത്നിമാരിൽ ചിലർക്ക്, നബിയുടെ ഭാര്യമാരിൽ ചിലർക്ക് അസുഖം ഉണ്ടായി. അപ്പം നബി റുഖിയ നടത്താണ്. നബിയുടെ റുഖിയ എങ്ങനെയാ അറിയുന്നത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅബ്ബിദു ബഅദ അഹ്ലിഹി, തൻ്റെ ഭാര്യമാരിൽ ചിലർക്ക് റസൂലുള്ള പ്രാർത്ഥന നടത്താണ്. യംസഹു ബിയദിഹിൽ യുംന, വലത് കൈ കൊണ്ട് ഇങ്ങനെ തടവി, വയഖൂൽ എന്നിട്ട് പറയാൻ, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഈ പ്രാർത്ഥന നടത്തിയിട്ടാണ് റസൂലുള്ള അങ്ങനെ തലയിൽ തടവി അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചു, വേറെ ഹദീസിൽ കാണാൻ നെറ്റിയിൽ കൈവച്ചു, ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ സംസത്തിൽ തുപ്പി അതിൽ ഊതി അല്ലെങ്കിൽ തേനിൽ പിന്നെ ഊതി, ഇങ്ങനെയൊക്കെയാണ് ഇവർ റുഖിയ നടത്തുന്നത്. വടി പിടിച്ചിട്ട് അടിക്കുക. റുഖിയ പുളിക്കൽ നടത്തി, അരീക്കോട്ട് നടത്തി, കാളികാവിൽ നടത്തി, ചില ആളുകൾ മരണപ്പെട്ടു. ഇതൊക്കെ കേരളത്തിൽ നടന്നതാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ റുഖിയ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, അന്ധവിശ്വാസമാണത്. ജനങ്ങളെ ചൂഷണം ചെയ്യുക. നബി നടത്തിയ റുഖിയ ബുഖാരി നമ്മൾ വായിച്ചു. അതെന്താണ്? അടിച്ചിറക്കിയതാണോ? അല്ല, പിന്നെന്താ? അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർക്ക് അസുഖം ഉണ്ടായിട്ട് ഈ പ്രാർത്ഥന നടത്തിയതാ. അപ്പം നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾക്കുണ്ടായാൽ, കുട്ടികൾക്ക് അസുഖം ഉണ്ടായാൽ, നമ്മുടെ ഭാര്യയ്ക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്ക് അസുഖം ഉണ്ടായാൽ മറ്റൊരാൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ സ്വയം നമ്മൾ അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഈ പ്രാർത്ഥന നടത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഖുർആനിലൊരു ആയത്തുണ്ടല്ലോ. എന്താണ് ആയത്ത്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ ഷിഫയാണ് എന്ന് ഖുർആനിലുണ്ടല്ലോ. 17-ാം അധ്യായം സൂറത്തു ഇസ്രായിൻ്റെ 82-ാമത്തെ വചനം. പക്ഷേ ഷിഫ എന്ന് കാണുമ്പോഴേക്ക് ചാടി വീഴണ്ട. ഏതുപോലെ കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കണ്ടെന്ന് പറയാറില്ലേ? അവിടെ ഷിഫ എന്ന് പറഞ്ഞാൽ എന്താ അറിയുങ്ങൾ? പിന്നെ ചില രോഗങ്ങളുണ്ട്. അതെന്താ രോഗം എന്ന് അറിയുങ്ങൾ? ഇപ്പോൾ അള്ള ഉണ്ടോ, സ്വർഗം നരകമൊക്കെ ഉണ്ടോ, പരലോകം ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ സംശയ രോഗങ്ങൾ. അതുപോലെ തന്നെ കാപട്യം, കപടത, നിഫാക്ക്, മുനാഫിക്ക് എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ ഈ നിരീശ്വരവാദത്തിലേക്കും ബഹുദൈവ വിശ്വാസത്തിലേക്കൊക്കെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പാട്ട് കേൾക്കാൻ, അപ്പം അതിനിങ്ങനെ ഒരു ആകർഷണീയത. അപ്പം അങ്ങനെയുള്ള ആ രോഗങ്ങൾക്കൊക്കെ എന്താണ്? ഔഷധമാണ് ഖുർആൻ എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. അത് ഞാൻ പറയുന്നതല്ല. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയാൻ, ഹൃദയത്തിലുള്ള ചില രോഗങ്ങൾ അത് നീക്കിക്കളയും.
മിൻ ഷക്കിൻ വനിഫാക്കിൻ വശിർക്കിൻ വസൈഗൻ വമൈലിൻ. അതായത് കപടത, സംശയമുള്ള പിന്നെ വിശ്വാസരംഗത്തുള്ള സംശയരോഗം, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാർഗഭ്രംശങ്ങൾ, ഇതിനൊക്കെയുള്ള ഔഷധമാണ് ഖുർആൻ എന്നാണ്. എന്നിട്ട് പറയുന്നത് ഫൽ ഖുർആനു യശ്ഫി മിൻ ദാലിക കുല്ലി. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഔഷധമാണെന്നാണ്. ഖുർആൻ സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് പഠിച്ചാൽ ആ കപടതയിൽ നിന്നൊക്കെ മുക്തമാകാൻ കഴിയുന്ന സഹോദരങ്ങൾ. ഇനി മറ്റൊരു വിഷയം, ഇപ്പോൾ ഇവരെന്താ പറയുന്ന നിങ്ങൾ, കാന്തപുരംകാരൊരു മുടി കൊണ്ടുവന്നില്ലേ, മുടി ബർക്കത്ത് മുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് എന്നതുപോലെ ആ സമയത്താണല്ലോ ഇവിടെ ഇവരുടെ ഒരാൾ പറഞ്ഞു കിഡ്നി വിറ്റിട്ടാണെങ്കിലും നബിയുടെ മുടിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവിടെ പോയി ക്യൂ നിൽക്കുമെന്ന് പറഞ്ഞു മുടിവെള്ളം വാങ്ങാനേ. നമ്മളെന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേരള നെതുവത്തുൽ മുജാഹിദീൻ മർക്കസ് ദഅവയുടെ വിശ്വാസം എന്താ? ബർക്കത്ത് എവിടുന്നാ കിട്ടുക നമുക്ക്? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് ബുഖാരിയിൽ വന്നിട്ടുണ്ട്, വൽ ബറക്കത്തു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ്. നിങ്ങൾക്ക് കച്ചവടത്തിൽ ബർക്കത്ത് വേണോ, ആയുസ്സിൽ ബർക്കത്ത് വേണോ, അറിവിൽ ബർക്കത്ത് വേണോ, എന്തിൽ ബർക്കത്ത് വേണോ, അള്ളാഹിനോടാണ് നമ്മൾ തേടേണ്ടത്. എന്താ കാരണം? ഏറ്റവും ലളിതമായിട്ടുള്ളൊരു തെളിവ്, നമ്മൾ നിസ്കരിക്കുമ്പോഴേ അത്തഹിയാത്ത് കഴിഞ്ഞാൽ നബിയുടെ മേൽ സ്വലാത്ത് എന്നില്ലേ, സ്വലാത്ത് ചെയ്യാറുണ്ടല്ലോ. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എന്താ അർത്ഥം? അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് നീ ബർക്കത്ത് കൊടുക്കണേ. ആരോടാ പ്രാർത്ഥന? അള്ളാഹിനോടാണ്. ഇവര് അതൊക്കെ മാറ്റി വെച്ചിട്ട്, അങ്ങനെയുള്ള തെളിവുകളൊക്കെ മാറ്റി വെച്ചിട്ട് നബിയുടെ മുടി കിട്ടുമോ എന്ന് നോക്കി നടക്കാൻ. അപ്പോൾ ഇതൊക്കെ സി ഡി ടവറിൻ്റെയും ഒരു പരിധി വരെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. സി ഡി ടവർ പച്ചയായിട്ട് അതാണ് വിശ്വാസം, സമസ്തക്കാരെ പോലെ. നമ്മൾ പറയുന്നു ഹാജറുൽ അസ്വദാകട്ടെ, സംസമാകട്ടെ, എന്തൊരു കല്ലാകട്ടെ, മരമാകട്ടെ, അവിടെ നിന്നല്ല ബർക്കത്ത്. ബർക്കത്ത് വൽ ബർക്കത്തു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, എല്ലാ ആധിപത്യവും ഉടമപ്പെടുത്തുന്നവനായിട്ടുള്ള ആ റബ്ബ് അനുഗ്രഹ സമ്പൂർണനാണ്, ബർക്കത്തുടയവനാണെന്ന. അതാരാ? മലിക്കുൽ ജബ്ബാറായ അല്ലാഹു. അപ്പോൾ മുടിയിൽ നിന്നോ സംസത്തൊന്നും അല്ല. സംസം ഒരു അനുഗ്രഹീത വെള്ളമാണ്, അതിൽ സംശയമില്ല. പക്ഷേ ബർക്കത്ത് അതിന്നല്ല. പിന്നെ എവിടുന്നാ? അള്ളാഹിൻ്റെ അടുക്കൽ നിന്നാണ്. എന്തിനു വേണോ നമ്മൾ അള്ളാഹിനോട് തേടുക. മറ്റൊന്ന് ജിന്ന് കൂടുക. ഇവരുടെ വിശ്വാസം എന്താ പറയുക? ജിന്ന് കൂടുന്ന എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ചെറുപ്പളശ്ശേരി പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ അയാളെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഈ വരൻ അങ്ങനെ ഒരു സംഘടനയിലൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചു. പക്ഷേ പിന്നീടാണ് ഈ പെൺകുട്ടിക്ക് ഒരു പനിയൊക്കെ ഉണ്ടായാൽ ഉടൻ എന്ത് ചെയ്യാണ്, ആശുപത്രിയിലല്ല കൊണ്ടുപോകുന്നത്, ഒരു മൗലവിൻ്റെ അടുത്ത്. അപ്പോൾ എന്താണ്, ജിന്നുബാധുണ്ടോ എന്ന് പരിശോധിക്കാൻ, ജിന്നുബാധുണ്ടോ നോക്കാൻ വേണ്ടി കൊണ്ടുപോകുക. അപ്പോൾ ജിന്നുബാധുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ പോലെ ടെസ്റ്റിംഗ് ഒന്നുമില്ല. കുറച്ച് എന്ത് ചെയ്യാണ്, ചില ചികിത്സകളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഖുർആനോത്തുകളൊക്കെയാണ്. നമ്മൾ ആലോചിക്കണം. അപ്പം അങ്ങനെ ജിന്ന് കൂടും എന്നാണ് ആരുടെ വിശ്വാസം? ഈ വിസ്ഡംകാരുടെ വിശ്വാസം. നഊദു ബില്ലാഹ്. നമ്മുടെ വിശ്വാസം എന്താ? ജിന്ന് കൂടൂല എന്നുള്ളതാണ്. എന്താ കാരണം? പരിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം അതിൻ്റെ 22-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, പിശാചിന് ഒരേ ഒരു കാര്യമേ കഴിയുള്ളൂ, നമ്മളെ തിന്മയിലേക്ക് ക്ഷണിക്കുക, നമ്മൾക്ക് ഹറാമിലേക്ക്, കുഫറിലേക്ക്, അധർമ്മത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുക, അത് മാത്രമേ കഴിയുള്ളൂ. ആ ആയത്തിൽ പറയാൻ, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ എനിക്ക് ഒരധികാരവുമില്ല, ഇല്ല അൻ ദഅഉതുകും, നിങ്ങളെ ക്ഷണിക്കല്ലാതെ. പിശാചിന് നമ്മെ ക്ഷണിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഈ ആയത്തിൻ്റെയൊക്കെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി, ഇമാം ഫഖ്റുദ്ദീൻ റാസി അവർക്ക് എഴുതിയൊരു കാര്യമുണ്ട്. എന്താ പറയുക? പിശാച് നമ്മളെ കൈകാലുകൾ മുറിക്കാനോ അംഗഭംഗം ഉണ്ടാക്കാനോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനൊന്നും പിശാചിന് കഴിയൂല. ഇതൊക്കെ മുൻഗാമികൾ എഴുതിയിട്ടുണ്ട്. ആ ഒരു ചിന്ത, അതാണ് നവോത്ഥാന ചിന്തകൾ. അതാണ് കേരള നെതുവത്തുൽ മുജാഹിദീൻ മർക്കസ് ദഅവ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവരുടെ വിശ്വാസം ജിന്ന് കൂടുന്ന, വൈകുന്നേരമായാൽ കുട്ടികളെ പുറത്തു വിടരുതെന്നാണ് പറയുന്നത്. അപ്പോൾ പുറത്തു വിട്ടാൽ എന്ത് ചെയ്യും? ജിന്ന് കൂടുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു അബദ്ധമായിട്ടുള്ള വിശ്വാസമാണ്. പകലാകട്ടെ രാത്രിയായിട്ട് ഒരു സമയത്തും അങ്ങനെ ജിന്ന് കൂടാൻ കഴിയില്ല. അതിനൊക്കെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ
ഈ പിന്നെ സ്ത്രീകൾ മുഖം മറക്കൽ, നമ്മൾ എന്താ പഠിച്ചു വന്നിട്ടുള്ളത്? അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഒരു മുസ്ലിം സ്ത്രീ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കണമെന്നാ. അതാണ് പണ്ട് മുതൽ പഠിച്ചത്. പക്ഷേ അടുത്ത കാലത്ത് ഇവർ മുഖം മറക്കൽ വാജിബാണെന്നാണ് പറയുന്നത്. എന്താ വാജിബ് പറഞ്ഞാൽ പറയും. ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുന്ന അല്ലേ? നമ്മളിപ്പോൾ അസർ ബാങ്ക് കൊടുത്തു, അസർ നമസ്കാരം എന്താണ്? വാജിബാണ്. അത് നിർവഹിച്ചില്ലെങ്കിൽ നമുക്ക് കുറ്റം കിട്ടും എന്നതുപോലെ ഒരു സ്ത്രീ മുഖം മറച്ചില്ല എങ്കിൽ അവൾക്ക് കുറ്റം കിട്ടുമെന്നാണ് വിസ്ഡംകാർ വിശ്വസിക്കുന്നത്, അവർ പ്രചരിപ്പിക്കുന്നത്. നഊദു ബില്ലാഹ്. നമുക്കെന്താ പറയാനുള്ളത്? സഹീഹ് മുസ്ലിം എടുക്കുക, അതിൽ ഈദ് പെരുന്നാളിനെ കുറിച്ചുള്ള അധ്യായമുണ്ട്. അതിൽ കാണാം നബിയും ബിലാൽ റളിയല്ലാഹു അൻഹുവും സ്ത്രീകളുടെ ഭാഗത്തേക്ക് പെരുന്നാൾ ഈദ്ഗാഹിൽ വരികയാണ്. എന്നിട്ട് അവരോട് ധർമ്മം ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഒരു സ്ത്രീകളുടെ സദസ്സിൻ്റെ ആ മധ്യഭാഗത്ത് നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ആ സ്ത്രീയുടെ കാര്യം പറയാം, അവരുടെ കവളത്തൊരു കറുത്ത മുത്തുണ്ടായിരുന്നു, കറുത്ത ഒരു പാടുണ്ടായിരുന്ന ഹദീസിലുള്ള കാര്യമാണ്. അപ്പം മുഖം മറക്കൽ നിർബന്ധമാണെങ്കിൽ എങ്ങനെയാണ് ഈ ഹദീസിലത് വരിക? മുഖം മറക്കൽ നിർബന്ധമല്ല. അപ്പോൾ ഈ ആയത്തുണ്ടല്ലോ, എന്താ ആയത്ത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നുള്ള ആയത്ത് സൂറത്തു അഹ്സാബിൽ 59-ാമത്തെ ആയത്തിലുണ്ടല്ലോ. എന്നാ എന്താ ജിൽബാബ് എന്ന് പറഞ്ഞാൽ? ജിൽബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലാബീബിഹിന്ന എന്നുള്ളതിൻ്റെ ആ ഒരു ഏകവചനാണ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ. ജിൽബാബ് എന്ന് പറഞ്ഞാൽ വഹുവ സൗബുൻ അക്ബറു മിനൽ ഖിമാർ, ശിരോവസ്ത്രത്തെക്കാൾ അല്പം വലിയ വസ്ത്രം എന്നുള്ളതാണ്. തലമക്കനുണ്ടല്ലോ, അതിനേക്കാൾ വലിയ വസ്ത്രം എന്നാണ്. അതാര് പറഞ്ഞതാ? വറുബിയാൻ ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് അവരിൽ നിന്നൊക്കെ പറയുന്ന അഭിപ്രായ തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഈ പിന്നെ ജിൽബാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ത്രീ ധരിച്ച വസ്ത്രത്തിന് മീതെ, അത് പർദ്ദയാകാം, അല്ലെങ്കിൽ ചുരിദാറാകാം, അല്ലെങ്കിൽ പിന്നെ മാക്സി ആവാം, അതിന് മീതെ ഒരു അന്യപുരുഷൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അവളുടെ തല, കഴുത്ത്, പിരടിയും കഴുത്തൊക്കെ മറിയുന്ന, എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ഈ മാറിലൂടെ താഴ്ത്തിയിടുന്ന ഒരു ഡ്രസ്സ്, അതിനാണ് ജിൽബാബ് എന്ന് പറയാം. അതല്ലാതെ കണ്ണടക്കം മൂടുന്ന വസ്ത്രത്തിനല്ല. നിങ്ങൾ നോക്കൂ, വലാ യുബ്ദീന, വിശുദ്ധ ഖുർആന്റെ സൂറത്തു നൂർ അതിലൊരായത്തുണ്ട്, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ എന്നുള്ള ആയത്ത്. അതായത് ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഒട്ടേറെ മുഫസ്സിറുകൾ, സ്വഹാബിമാർ അവർ പറയണത് ഈ സ്ത്രീകൾക്ക് മുഖവും കൈയും മാത്രമല്ല, അൽ വജ്ഹു വൽ കഫാനി, രണ്ട് കൈപ്പടങ്ങൾ മുഖം വെളിവാക്കാമെന്ന് മാത്രമല്ല, അൽ കുഹൽ എന്ന് പറഞ്ഞാൽ സുർമ, അതുപോലെ വൽ ഖാത്തം മോതിരം, ഇതൊക്കെ വെളിവാക്കാമ. ആര് പറയുന്നത്? മർകസ് ദഅവക്കാരല്ല, മറിച്ച് മുഫസ്സിറുകൾ. എവിടെയാണ് ഇതുള്ളത്? തഫ്സീർ ഇബ്നു കസീറിൽ ഉൾപ്പെടെ നമുക്ക് കാണാം. വൽ ഖിലാബ്, മൈലാഞ്ചി, ഇതൊക്കെ വെളിവാക്കാമ. അപ്പോൾ മുഖവും മുൻകൈയും അതാണ് നമുക്ക് പറയാനുള്ളത്. അതൊഴികെയുള്ള ഭാഗങ്ങൾ മറക്കണം എന്നുള്ളതാണ്. നമുക്ക് നമസ്കരിക്കാനുള്ള സമയമായി കൊണ്ടിരിക്കുന്നു. ഇനി ഉണ്ടല്ലോ പിന്നെ ഈ സഫിൽ ചവിട്ടി നിൽക്കുക, വിരലനക്കുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിനൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. അതുപോലെ ഹിജാമ ചെയ്യ സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യം അത് ചെയ്യാൻ വേണം, പക്ഷേ അതിന് കൂലി കിട്ടും എന്ന് വിചാരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈച്ച പാനീയത്തിൽ വീണാൽ അതിൻ്റെ മറ്റേ ചെറു കൂടെ മുക്കിയെടുക്കണം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ മനോഹാരിതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ നോക്കൂ, നമ്മളിത് പറയുന്നത് ഏതെങ്കിലും ആളുകളോടുള്ള വിരോധം കൊണ്ടല്ല. നമുക്ക് ആരോടും വിരോധമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമാണ്. കാരണം നമ്മുടെ ലക്ഷ്യം എന്താ? നാളെ റബ്ബിൻ്റെ കോടതിയിൽ സൂര്യൻ മനുഷ്യൻ്റെ മൂർധാവിലേക്ക് ഇറങ്ങി വരുമ്പോൾ, എല്ലാവരും നഗ്നരായി നിലകൊള്ളുമ്പോൾ, ആരാരും സഹായിക്കാനില്ലാത്ത ലോകത്ത് നമുക്ക് അള്ളാഹു നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ വലതുകൈയിൽ കർമ്മങ്ങളുടെ ഗ്രന്ഥം വാങ്ങിയിട്ട് നമുക്ക് സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ പോകണം. അതിന് കൃത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിശ്വാസം വേണം. അതുകൊണ്ട് ആ പരലോക ചിന്തയോടുകൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നിരന്തരമായി നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ എന്നുള്ള ആ ഇസ്തിഗ്ഫാറിൻ്റെ തൗബയുടെ തേട്ടം നമ്മളിൽ ഉണ്ടാകണം. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുക, പരലോക ബോധത്തോടുകൂടെ.
ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ, സമസ്തക്കാരുടേത് മാത്രമല്ല അന്ധവിശ്വാസം, വിസ്ഡംകാർ ചെയ്താലും അന്ധവിശ്വാസമാണ്, CD ടവറുകാർ ചെയ്താലും അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസങ്ങളെല്ലാം എതിർക്കപ്പെടണം. അവിടെ നമ്മൾ ഏതാണ് വിഭാഗമെന്ന് നോക്കാൻ പാടില്ല. ഖുർആനും അതുപോലെ തന്നെ സഹിഹായ തിരുസുന്നത്തും അതാണ് നമ്മുടെ വജ്രായുധങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മസമരം. അപ്പം നമ്മൾ മുന്നോട്ട് പോകുക. അർഹമുറാഹിമിനായ നാഥൻ ഈ മഹത്തായ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം വർഹംനാ ഇന്നക അൻത അർഹമുർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.